തൃശൂർ അതിരപ്പള്ളി വൈറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. വൈറ്റിലപ്പാറ സ്വദേശി അശോകന്റെ 150-ലേറെ വാഴകൾ ആന നശിപ്പിച്ചു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തുരത്താൻ കഴിഞ്ഞത്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ഇന്നുമായാണ് ഈ വെറ്റിലപ്പാറയിൽ വിവിധ ഇടങ്ങളിലായി കാട്ടാന കൃഷി നശിപ്പിച്ചിട്ടുള്ളത്. വെറ്റിലപ്പാറ സ്വദേശി തൈവളപ്പിൽ അശോകൻ എന്ന ആളുടെ 150-ലേറെ കുലച്ച വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. പലയിടങ്ങളിലായി ഈ തെങ്ങുകളും വാഴകളും അതുപോലെ തന്നെ മറ്റ് കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഈ വനപാലകരുടെ സംഘമെത്തിയാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഈ ആനകളെ തുരത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കൃഷിയിടങ്ങളിൽ ആനകൾ കയറുന്നത് തടയാൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ള ആവശ്യവും ശക്തമാകുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. റോഡ് സൈഡിലുള്ള തന്നെ ഈ തട്ടുകട അടക്കം തകർത്ത ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ഈ വനം വകുപ്പ് വാച്ചർമാരെ അടക്കം ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധിയായി ഈ കാട്ടാന ശല്യം തുടരുമ്പോൾ ഇപ്പോഴും അതിനൊരു നടപടി കൃത്യമായി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വീണ്ടും ഈ കൃഷിനാശം ശക്തമാവുകയാണ്. അതായത് പുലർച്ചെയും അതുപോലെ രാത്രിയോടും കൂടി വ്യാപകമായി കാട്ടാന കൃഷി നശിപ്പിക്കുന്നു, റോഡിലേക്ക് ഇറങ്ങുന്നു, വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവരൊക്കെ തന്നെ ഈ അതിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഈ റോഡിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഉയർത്തുന്നത്. കാരണം ഇത്രയധികം ദിവസമായി ഈ കാട്ടാന ശല്യം തുടരുമ്പോൾ അതിനൊരു സംവിധാനം, അതായത് ഇവരുടെ സുരക്ഷയ്ക്കായ ഒരു സംവിധാനം അവിടെ ഇല്ല എന്ന് തന്നെയാണ് നാട്ടുകാരും വ്യക്തമാക്കുന്നത്. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിലൂടെ അവിടെയുള്ള മനോജാണ് വിവരങ്ങൾ നൽകിയത്.